നമസ്കാരം, കല്ലൂസ് കോസി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മോമോസ് ഉണ്ടാക്കിയാലോ? അതിനായി നമുക്ക് മൈദാമാവ് കുഴയ്ക്കാം. ഇതാ ഉപ്പിട്ട് കൊടുത്തു. ആവശ്യത്തിന് മൈദാമാവ് എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴയ്ക്കാം. ഒരുപാട് ലൂസിൽ കുഴയ്ക്കാൻ പാടില്ല. ഇത് കുഴച്ചെടുത്തിട്ട് കാണാം. ഏകദേശം മാവ് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് ഇങ്ങനെ നമുക്ക് അരമണിക്കൂർ മൂടി വയ്ക്കാം. മോമോസിനുള്ള വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞു വെച്ചു. ക്യാരറ്റ്, ഉള്ളി, മല്ലിത്തഴ, ക്യാബേജ്, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ഒരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്യാം. ഇതാ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന്. ഇതാ എണ്ണ 1 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. റിഫൈൻഡ് ഓയിൽ ഒഴിക്കണം. വെജിറ്റബിൾ ഓയിൽ ഏതായാലും കുഴപ്പമില്ല. മീൻസ് വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതൊരു മണം വരും. അതുകൊണ്ട് റിഫൈൻഡ് ഓയിൽ തന്നെ ഒഴിക്കണം. ഇതിൻ്റെ ഇടയിൽ ഉപ്പ് നോക്കാം. ഉപ്പെല്ലാം പാകത്തിനുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇതാ മാവായിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞ് വരുന്നവരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി നമുക്ക് പരത്തിയെടുക്കാം. ഇതാ ചെറിയ ഉരുളകളായി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി പരത്തി വെജിറ്റബിൾ കുറച്ച് കുറച്ചായിട്ട് നിറച്ച് മോമോസിൻ്റെ രൂപത്തിൽ നമുക്ക് എടുക്കാം. ഇതാ ഇത്രയേ വേണ്ടൂ. ഇതിൽ നമുക്ക് 1 സ്പൂണ് വെജിറ്റബിൾ നിറച്ച് പല ഷേപ്പിലും ആക്കാം. ഇതാ ഞാൻ ഇങ്ങനെയാണ് ആക്കുന്നത്. നമുക്ക് എന്നിട്ട് ഇത് ഇങ്ങനെ ചെയ്യാം. വെജിറ്റബിൾ പുകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓരോന്നായി നമുക്ക് ചെയ്യാം. ഇതൊന്നും കൂടെ കാണിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് കാണിക്കാം. നല്ല വിരലുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ വെജിറ്റബിൾ എല്ലാം പോകും. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് കാണിക്കാം. എല്ലാം നമ്മൾ പരത്തി ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾ നിറച്ചിട്ട് ഇനി നമുക്ക് സ്റ്റീമർ ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇഡ്ഡലിച്ചട്ടി വെച്ച് വെള്ളം നമ്മൾ ഇഡ്ഡലിക്ക് വെക്കും പോലെ വെള്ളം ഒഴിച്ച് ഈ തട്ടിൽ നമുക്ക് ഓയിൽ പുരട്ടി കൊടുക്കണം. എന്നാലും ഇതിൽ പിടിക്കാതെ കിട്ടുള്ളൂ. ഇങ്ങനെ ഓരോന്നായി വെച്ച് കൊടുക്കാം. ഈ 2 എണ്ണം വെക്കാം നമുക്ക്, അല്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് എടുക്കേണ്ടി വരും. ഇങ്ങനെ നമുക്ക് ഇഡ്ഡലി തട്ടിയിൽ വെച്ച് വെള്ളം എപ്പോഴും ആവി വന്ന ശേഷമാണ് ഇത് വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്കിത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോഴേക്കും ആകും. ഇതാവട്ടെ. അപ്പോൾ ഇതിനുള്ള ചമ്മന്തിക്കുള്ള
ചേരുവകൾ ഇത് നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച മുളകാണ്. ഇത് മുളക്, ഒരു ചെറിയ തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, ഞാൻ 2-3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതാ മല്ലിത്തഴയും, ഇതാ കുറച്ച് ഉപ്പിട്ടു. ഞാൻ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്, കുട്ടികൾക്ക് എരിവ് കൂടുതലാണെങ്കിലോ എന്ന് വിചാരിച്ച്. ഇത് നമുക്ക് അരച്ചെടുത്തിട്ട് കാണിക്കാം. മോമോസിനുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ്. ഇതാ ഈ പരുവത്തിൽ അരച്ചെടുക്കണം. നമുക്ക് എരിവ് കൂടുതലാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് അരയ്ക്കാം. ഇതാ മോമോസ് എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതാ മോമോസ് റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് മാവ് കൊണ്ട് ഉണ്ടാക്കാം. ഞാൻ ഇതാണ് കുറച്ചുകൂടെ സോഫ്റ്റായി കിട്ടുക. നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ അകത്ത് വെജിറ്റബിളും ഉണ്ട്, നല്ല വിറ്റാമിൻസും ആണ്. നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ്. ഈ മോമോസ് എല്ലാവരും ഉണ്ടാക്കി നോക്കി എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണേ.